വിഴിഞ്ഞം തുറമുഖ കയറ്റിറക്കുമതി പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും മിഷൻ സമുദ്ര ലോഗോ പ്രകാശനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. ചടങ്ങുകൾ പൂർണ്ണമായും ബഹിഷ്കരിച്ചിരിക്കുകയാണ് BJP. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ, രാജീവ് ചന്ദ്രശേഖർ, മേയർ ഒപ്പം വി മുരളീധരൻ MLA എന്നിവർ ഈ പരിപാടിയിൽ നിന്ന് പങ്കെടുക്കുന്നില്ല. അത് വന്ദേമാതരത്തെ അവഹേളിച്ച കോൺഗ്രസ് നിലപാടിൽ പ്രതിഷേധിച്ചാണ് അങ്ങനെയൊരു നിലപാടിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത്. വിവരങ്ങളുമായി ശാലിനി ചേരുന്നു. ശാലിനി, ഉദ്ഘാടന പരിപാടികളോ അവിടെയുള്ള പ്രകടനങ്ങൾക്കോ അല്ല, സ്വന്തം നിലപാടുകൾക്കാണ് BJP പ്രാധാന്യം നൽകുന്നത്. അത് വന്ദേമാതരം പോലെ ദേശീയ ഗീതത്തെ അവഹേളിക്കുന്ന കോൺഗ്രസിനൊപ്പം വേദി പങ്കിടാൻ തയ്യാറല്ലെന്നുള്ള ശക്തമായ നിലപാട്. ശാലിനി, വിശദാംശങ്ങൾ. പ്രജിത്ത്, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. കാരണം വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഒരു ചരിത്ര നിമിഷമാണ് ഈ എക്സീം ഓപ്പറേഷൻസിന്റെ ഉദ്ഘാടന വേദി. ഒപ്പം തന്നെ മിഷൻ സമുദ്ര ഇടത് സർക്കാർ മാറി US സർക്കാർ അധികാരത്തിലേറിയപ്പോൾ അവർ വലിയ ആഹ്ലാദത്തിൽ കൊണ്ടുവന്ന ഒരു പ്രകടന പത്രികയിലടക്കം കൊണ്ടുവന്നതാണ് മിഷൻ സമുദ്ര. അതായത് ഈ കയറ്റിറക്കുമതിയുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളായിരുന്നു. പക്ഷേ ആ പ്രഖ്യാപനങ്ങൾ ഒക്കെ തകിടം മറിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളിലേക്ക് ഈ വേദി ഇപ്പോൾ പോയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഔദ്യോഗികമായി എക്സീം ഓപ്പറേഷനുകളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്ത് നിർവഹിച്ചു. അത് തുറമുഖത്തിന് സമീപത്തെ പ്രത്യേക വേദിയിലായിരുന്നു. അതിനുശേഷം ഇപ്പോൾ പൊതുപരിപാടി എന്ന രീതിയിൽ അവരുടെ ഉദ്ഘാടന പ്രസംഗമടക്കം നടക്കേണ്ട വേദിയുടെ ദൃശ്യങ്ങളൊക്കെയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. കാലിക്കസേരകൾ ഒഴിഞ്ഞ വേദി, അതാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. അതായത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഒരു ചരിത്ര നിമിഷമാണ് പൂർണ്ണ തോതിൽ കയറ്റിറക്കുമതി പ്രവർത്തനങ്ങൾ വിഴിഞ്ഞത്ത് ആരംഭിക്കുക എന്നുള്ളത്. അതിൽ കേന്ദ്ര തുറമുഖ മന്ത്രി സർബാനന്ദ സോനോവാളാണ് മുഖ്യ അതിഥിയായി പങ്കെടുക്കാനിരുന്നത്. പക്ഷേ കേന്ദ്ര സർക്കാരിനോടും ഒപ്പം തന്നെ രാജ്യത്തിന് തന്നെ വന്ദേമാതരം ദേശീയ ഗീതത്തോടുമുള്ള കോൺഗ്രസ് നിലപാട് അത് ആലപിക്കാനോ ആ ആലപിക്കുന്ന വേദികളിൽ നിന്ന് അടക്കം അവർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് അതിനോടുള്ള അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ കേന്ദ്ര തുറമുഖ മന്ത്രി സർബാനന്ദ സോനോവാൾ ഈ പരിപാടി ബഹിഷ്കരിച്ചിരിക്കുന്നത്, പരിപാടിയിൽ പങ്കെടുക്കാതിരിക്കുന്നത്. ഒപ്പം തന്നെ BJPയുടെ നിലപാടും അത്തരത്തിലാണ്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, മേയർ VV രാജേഷ്, ഒപ്പം തന്നെ മുൻ കേന്ദ്രമന്ത്രിയും കഴക്കൂട്ടം MLA കൂടിയായിട്ടുള്ള വി മുരളീധരൻ എന്നിവരും ഈ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പ്രജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ നിലപാടുകൾ തന്നെയാണ് വലുത്. ഒപ്പം തന്നെ ആ നിലപാടുകൾ ഉൾക്കൊണ്ട് തന്നെ ദേശീയ ഗീതത്തെ അപമാനിച്ചവർക്കൊപ്പം വേദി പങ്കിടാനാകില്ല എന്നുള്ളതാണ് BJP ഈ പരിപാടിയിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. അതുകൊണ്ട് തന്നെയാണ് അവരെല്ലാം തന്നെ ഈ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. പക്ഷെ മറ്റ് അതിഥികൾ അടക്കമുള്ളവർ, പ്രാദേശിക നേതാക്കന്മാർ അടക്കമുള്ളവർ ഈ പരിപാടിയിൽ മറ്റ് പാർട്ടിയിൽ നിന്നും കോൺഗ്രസിൽ നിന്നുമുള്ള നേതാക്കന്മാർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. വേദിയുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ വിഴിഞ്ഞം തുറമുഖം ആരംഭിച്ച പല ഘട്ടങ്ങളിൽ അതിന്റെ പ്രവർത്തന ഉദ്ഘാടനങ്ങളും ഒപ്പം തന്നെ മറ്റ് ചടങ്ങുകളും ഇവിടെ നടന്നിട്ടുണ്ട്. പ്രൗഢഗംഭീരമായ സദസ്സിൽ പ്രധാനമന്ത്രി അടക്കമുള്ളവർ എത്തി നടത്തിയ പരിപാടിയാണ്. പക്ഷേ അതൊക്കെ തകിടം മറിക്കുന്ന രീതിയിലുള്ള ഒരു വേദിയായി ഇന്നത്തെ ഈ ഉദ്ഘാടനം മാറിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരുപക്ഷെ തിരുവനന്തപുരത്തിന്റെ മാത്രമല്ല സംസ്ഥാനത്തിന്റെയും രാജ്യത്തിന്റെയും അടക്കം സമ്പദ് വ്യവസ്ഥയ്ക്ക് തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബൃഹത് പദ്ധതി, അതിന്റെ ഉദ്ഘാടന വേദിയാണ് ഇത്തരത്തിൽ രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ദേശീയ ഗീതത്തെ അപമാനിച്ചതിന്റെ പേരിൽ അദ്ദേഹം അടക്കം കേന്ദ്രമന്ത്രി അടക്കമുള്ളവർ പങ്കെടുക്കാതിരിക്കുന്നത്. എന്തായാലും ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി സംസാരിക്കുകയാണ്. എന്തായാലും ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് നിലപാടുകൾ വ്യക്തമാക്കി തന്നെയാണ് ഈ പരിപാടിയിൽ നിന്നിപ്പോൾ കേന്ദ്രമന്ത്രി അടക്കമുള്ളവർ വിട്ടുനിൽക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനത്തിലടക്കം വന്ദേമാതരം ആലപിക്കാൻ കോൺഗ്രസ് സർക്കാർ തയ്യാറായിരുന്നാൽ അതേസമയം തന്നെ മറ്റ് കോൺഗ്രസ് സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇതേ വന്ദേമാതരം പാടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ എന്തുകൊണ്ട് മുസ്ലിം ലീഗിന് അടിമപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗിന്റെ അവരുടെ തീരുമാനങ്ങൾക്ക് വഴങ്ങി സംസ്ഥാന സർക്കാർ അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുന്നു? കൂടാതെ തന്നെ പാർലമെന്റ് പാസാക്കിയ നിയമമടക്കം അംഗീകരിക്കാതെ മുന്നോട്ട് പോകുന്ന കോൺഗ്രസ് നിലപാട്, ഇതടക്കമുള്ള കാര്യങ്ങൾ മുൻനിർത്തിയാണ് ഈ പരിപാടിയിൽ താൻ പങ്കെടുക്കില്ല എന്നുള്ളത് കേന്ദ്രമന്ത്രി അറിയിച്ചിട്ടുള്ളത്. കേന്ദ്രമന്ത്രി പങ്കെടുക്കാത്തത് കൊണ്ട് തന്നെയും BJPയുടെ നിലപാട് സംസ്ഥാന സർക്കാരിന് ഈ ഒരു വിഷയത്തിൽ എതിരായതുകൊണ്ടുമാണ് മറ്റ് BJPയുടെ നേതാക്കന്മാർ അടക്കമുള്ളവരും ഈ പരിപാടിയിൽ നിന്ന് ഇപ്പോൾ വിട്ടുനിൽക്കുന്നത്. പരിപാടി തുടരുകയാണ്. പ്രജിത്ത്. ഓക്കെ, ശാലിനിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. പ്രേക്ഷകരെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ഉദ്ഘാടന പരിപാടിയുടെ ഗ്ലാമർ അല്ല, മറിച്ച് ദേശീയതയോടും ദേശീയ ബിംബങ്ങളോടുമുള്ള അതിൻ്റെ പ്രതീകങ്ങളോടുമുള്ള ശക്തമായ നിലപാടും യോജിപ്പും ആ നിലപാടിൽ ഉറച്ചു നിൽക്കാനുള്ള രാഷ്ട്രീയ സ്ഥൈര്യതയുമാണ് BJP ഇവിടെ കാണിക്കുന്നത്.